Radio Lime News Update. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. 2023 ലണ്ടൻ നഗരത്തിൽ അൾട്രാ ലോ എമിഷൻ സോൺ നടപ്പാക്കിയതിന് പിന്നാലെ ലണ്ടനിലെ വായു മലിനീകരണം 27% കുറഞ്ഞുവെന്ന് മേയറുടെ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു. 2019 മേയർ സാദിഖ് ഖാൻ അവതരിപ്പിച്ച യുഎസ് ഏറ്റവും മലിനീകരണമുണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് ചാർജ് ചുമത്തി ട്രാഫിക് മലിനീകരണം കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നടപടികളിൽ ഒന്നായിരുന്നു. എന്നാൽ ഈ കാലയളവിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം ജീവിത ചെലവ് പ്രതിസന്ധിയെ ഏറ്റവും കൂടുതൽ വഷളാക്കുമെന്ന് വാദിച്ച വിമർശകരിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിട്ടിരുന്നു. എന്നാലും 2023 ഓഗസ്റ്റിൽ ഈ സംരംഭം നടപ്പാക്കി. മലിനീകരണത്തിലെ ഗണ്യമായ കുറവ് വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിലും സുസ്ഥിര നഗരജീവിതം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 2023 ഓഗസ്റ്റിൽ ലണ്ടനിലെ അൾട്രാ ലോ എമിഷൻ സോണിന്റെ വിപുലീകരണം 5 ദശലക്ഷം ആളുകളെ അധികമായി അതിന്റെ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായി പഴയതും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് പ്രതിദിനം 12.50 പൗണ്ട് നൽകേണ്ടതായി വന്നു. വാഹനങ്ങളിൽ വരുത്തിയ വിലക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ ഡയോക്സൈഡിന്റെ അളവ് 27% കുറയ്ക്കുന്നതിന് കാരണമായി. ഉപഭോക്താക്കളുടെ ഏറ്റവും സുരക്ഷിതമായ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ആക്സസ് ചെയ്യുവാനുള്ള UK സർക്കാരിന്റെ ആവശ്യത്തിനു പിന്നാലെ വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഒരു രഹസ്യ വിചാരണ നേരിടുവാൻ ഒരുങ്ങി ആപ്പിൾ. UKയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കെതിരായ ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സ്വതന്ത്ര കോടതിയായ ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ട്രിബ്യൂണലാണ് കേസ് പുനഃപരിശോധിക്കുക. ആപ്പിളിന്റെ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിനെ ചുറ്റിപ്പറ്റിയാണ് കമ്പനിയും UK സർക്കാരുമായി തർക്കം ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വാറന്റ് ഹാജരാക്കിയവരും അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമേ അവർ ഓൺലൈനിൽ സംഭരിച്ചിരിക്കുന്ന ഫോട്ടോകളും ഡോക്യുമെന്റുകളും ആക്സസ് ചെയ്യുവാനുള്ള പെർമിഷൻ ഉള്ളൂ. കമ്പനിക്ക് പോലും ഈ ഡാറ്റ ആക്സസ് ചെയ്യുവാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ വാറന്റ് ഹാജരാക്കിയാലും അത്തരം ഡാറ്റ സർക്കാരിന് നൽകുവാൻ കഴിയില്ല. എന്നാൽ ദേശീയ സുരക്ഷാ അപകടങ്ങൾ ഉൾപ്പെടെ കേസുകളിൽ ഈ എൻക്രിപ്റ്റഡ് ഡാറ്റയുടെ ആവശ്യം ഉണ്ടെന്ന് UK ഹോം ഓഫീസ് പറയുന്നു. അതിന് മറുപടിയായാണ് ഉപഭോക്തൃ സ്വകാര്യതയ്ക്കും ഡാറ്റാ സുരക്ഷയ്ക്കുമുള്ള പ്രതിബദ്ധതയെ ന്യായീകരിച്ച് ആപ്പിൾ ഈ മാസം ആദ്യ നടപടിക്കായി കേസ് ഫയൽ ചെയ്തത്. സംഭവത്തിൽ ഇതുവരെ ആപ്പിൾ പ്രതികരിച്ചിട്ടില്ല. ഇംഗ്ലണ്ടിന്റെ വടക്കുകിഴക്കൻ തീരത്ത് വടക്കൻ കടലിൽ ഓയിൽ ടാങ്കറിലുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി. ചരക്കു കപ്പലും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ചാണ് കപ്പലിന് തീപിടിച്ചത്. തിങ്കളാഴ്ചയായിരുന്നു അമേരിക്കൻ ഓയിൽ ടാങ്കർ കപ്പലായ സ്റ്റെന ഇമാക്കുലേറ്റും പോർച്ചുഗീസ് ചരക്കു കപ്പലായ സോളോഗും തമ്മിൽ കൂട്ടിയിടിച്ചത്. തീ നിയന്ത്രണ വിധേയമായെങ്കിലും സംഭവിച്ച നാശനഷ്ടം എത്രയാണെന്ന് വിലയിരുത്തുവാൻ ഇനിയും കാലതാമസം വേണ്ടിവരുമെന്നാണ് സോളോഗിന്റെ ഉടമസ്ഥർ പറയുന്നത്. 2,20,000 ബാരൽ വിമാന ഇന്ധനമായിരുന്നു സ്റ്റെന ഇമാക്കുലേറ്റ് കപ്പലിലുണ്ടായിരുന്നു. അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചിരുന്ന തരം ബാരലുകളായിരുന്നു ഇന്ധനം സൂക്ഷിച്ചിരുന്നത്. പുറത്തുവന്ന ചിത്രങ്ങളിലൂടെ മാത്രം അടിസ്ഥാനത്തിൽ സംഭവം നാശനഷ്ടം കണക്കാക്കുവാൻ സാധിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ഏറെക്കുറെ ഉറപ്പായെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ സമൂഹമാധ്യമ ഇടപെടൽ. സ്റ്റാർലിങ്കിന് ഇന്ത്യയിലേക്കുള്ള സ്വാഗതമോദി അദ്ദേഹം വ്യാഴാഴ്ച രാത്രിയോടെയാണ് പോസ്റ്റ് ചെയ്തത്. വിദൂര മേഖലകളിലെ റെയിൽ പദ്ധതികൾക്ക് സ്റ്റാർലിങ്ക് കവറേജ് സഹായകരമായെന്നും അദ്ദേഹം പറഞ്ഞു. പുലർച്ചെയോടെ പോസ്റ്റ് പിൻവലിച്ചു. സ്റ്റാർലിങ്കിന് രാജ്യത്ത് ഔദ്യോഗിക അനുമതി നൽകുന്നതിന് മുമ്പ് ഒരു കേന്ദ്രമന്ത്രിക്ക് എങ്ങനെ സ്വാഗതം പറയാനാകുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ, തപാൽ തുടങ്ങിയവ വഴി അയക്കുന്ന മരുന്നുകൾക്ക് തുടങ്ങിയ പാക്കേജുകൾക്ക് പ്രത്യേക ബാർകോഡ് ഏർപ്പെടുത്തുവാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. മരുന്ന് വിൽപ്പനയുടെ മറവിൽ ലഹരിക്കടത്ത് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിലാണ് നടപടിയെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു. മരുന്ന് നിർമ്മാതാക്കൾക്ക് പ്രത്യേക QR കോഡ് ഏർപ്പെടുത്തും. ഈ QR കോഡുകൾ മരുന്ന് പാക്കറ്റുകളിൽ പതിപ്പിക്കുവാൻ ആവശ്യപ്പെടും. പാക്കറ്റുകൾ ട്രാക്ക് ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും പോർട്ടൽ തുടങ്ങും. കൊടും ചൂടിൽ വെന്തുരുകുന്ന കേരളത്തിൽ താപനില മുന്നറിയിപ്പ് തുടരുന്നു. താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാർച്ച് 14, 15 തീയതികളിൽ പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുവാൻ സാധ്യതയുണ്ട്. ഇനി കായിക വാർത്തകൾ. അഭ്യൂഹങ്ങൾക്കും ആരാധകരുടെ കാത്തിരിപ്പിനും വിരാമമിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിലേക്ക് ഡൽഹി ക്യാപിറ്റൽസ് നായകനായി ഇന്ത്യൻ താരം അക്ഷർ പട്ടേലിനെ പ്രഖ്യാപിച്ചു. നായകസ്ഥാനത്തേക്ക് കണ്ണുവെച്ച് താരലേലത്തിൽ സ്വന്തമാക്കിയ KL രാഹുൽ താൽപര്യക്കുറവ് അറിയിച്ചതോടെയാണ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലിന് നായകസ്ഥാനം നൽകുവാൻ ഡൽഹി തീരുമാനിച്ചത്. ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് കിരീട നേട്ടം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് അക്ഷർ പട്ടേൽ. ടീമിന്റെ നായകനായിരുന്ന ഋഷഭ് പന്തിനെ താരലേലത്തിന് വിട്ടാണ് ഇത്തവണ രാഹുലിനെ ഡൽഹി ടീമിൽ എത്തിച്ചത്. ലക്നൌ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയ പന്ത് അവിടെയും നായകസ്ഥാനത്തുണ്ട്. 2019 സീസൺ മുതൽ ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന അക്ഷർ പട്ടേൽ ഇതുവരെ 82 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.50 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.